ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ റിപ്പീറ്റ് ചെയ്ത 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ മെയിനായിട്ട് ഈ ചോദ്യങ്ങളിൽ 3 കോൺസെപ്റ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 3 കോൺസെപ്റ്റ്സ് നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചാൽ 3 മുതൽ 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് ഇതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻസ് എന്താണ്, ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിൻ ആയിട്ടുള്ള റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഈ 3 റിലേഷൻ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഇതിൽ 3 to 4 മാർക്ക് ഉറപ്പാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈക്വലൻസ് റിലേഷൻ പ്രൂവ് ചെയ്യാനുള്ളത് അതിലുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് ആദ്യം നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ പറയുന്നത് അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എവറി എലമെൻറ്റ് ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ ഒരു ഓർഡേർഡ് പെയർ എ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് എന്നെ തന്നെ കാണും, റൈറ്റ്? ഇപ്പോൾ 1 ഒരു എലമെൻ്റ് ആണെങ്കിൽ 1ൻ്റെ റിഫ്ലക്ഷൻ എന്താണ്? 1 തന്നെയാണ്. അപ്പോൾ അതുതന്നെയാണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻ ആണ് ഇത് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എ ഫോർ ഓൾ എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ ഒരു റിലേഷൻ, ഒരു ഓർഡേർഡ് പെയർ ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ അത് ഒരു എന്താണ്? റിഫ്ലെക്സീവ് റിലേഷനാണ്. എന്ന് വെച്ചാൽ ഏതൊക്കെ റിലേഷൻസ് ആണോ ആ സെറ്റിൽ തന്നിരിക്കുന്നത് അതിനൊക്കെ അതേ എന്തുണ്ടായിരിക്കണം? ഒരു റിഫ്ലെക്സീവ് ഇമേജ്, അതേ സെയിം റിഫ്ലെക്സീവ് ഇമേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി നോക്കാം എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് റിക്വയർഡ് ടു ഫോം എ റിഫ്ലെക്സീവ് റിലേഷൻ ഓൺ എ സെറ്റ് ഹാവിങ് 4 എലമെൻറ്റ്സ്? 4 എലമെൻറ്റുള്ള ഒരു സെറ്റ് ഉണ്ട്. അതിൽ മിനിമം എത്ര റിഫ്ലെക്സീവിൽ ഓർഡേർഡ് പെയർസ് ഉണ്ടാവും? റിഫ്ലെക്സീവ് റിലേഷൻ ആയ ഓർഡേർഡ് പെയർസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 4 നമ്പേഴ്സ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിമ്പിളായിട്ട് നമുക്ക് ആദ്യത്തെ 4 എലമെൻറ്റ്സ് എടുക്കാം, അല്ലേ? 1 2 3 4 ഈ ഒരു എലമെൻറ്റ്സ് ആണ് നമ്മൾ എടുത്തതെന്ന് വിചാരിക്കും. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അല്ലാതെ നല്ല മെത്തേഡൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എന്താണോ ആവശ്യമില്ല അത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ നമുക്കറിയാം, ഒരു നമ്പറിൻ്റെ അതേ റിഫ്ലക്ഷൻ തന്നെ, അല്ലേ? അപ്പോൾ എ ആണ് എ തന്നെ, 1 ആണെങ്കിൽ 1 തന്നെ, 2 ആണെങ്കിൽ 2 തന്നെ, അങ്ങനെ സെയിം ആവണം. അപ്പോൾ ഇവിടെ ഈ ഒരു 1 2 3 4 ആണെങ്കിൽ ഇതിന് നമ്മൾ മുഴുവൻ ഓർഡേർഡ് പെയർസ് എടുത്താൽ 16 ഓർഡേർഡ് പെയർസ് ഉണ്ടാവില്ലേ? 1 2 1 3 1 4 അല്ലേ? അതേപോലെ തന്നെ 1 1, അതേപോലെ തന്നെ 2 1 2 3 2 4 അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 16 ഓർഡേർഡ് പെയർസ് കിട്ടും. പക്ഷേ ഇവിടെ ചോദിക്കുന്നത് റിഫ്ലെക്സീവ് ഈ റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര ഉണ്ടായിരിക്കണം? അപ്പോൾ 1ൻ്റെ റിഫ്ലക്ഷൻ 1 ആണ്, 2ൻ്റെ റിഫ്ലക്ഷൻ എന്തായിരിക്കും? 2, 3ൻ്റെ റിഫ്ലക്ഷൻ 3, 4ൻ്റെ റിഫ്ലക്ഷൻ എന്താ? 4. അപ്പോൾ ഏതൊക്കെ ഓർഡേർഡ് പെയർസ് ആയി? 1 1 2 2 3 3 4 4. അപ്പോൾ എത്ര ഓർഡേർഡ് പെയർസ് നമുക്ക് കിട്ടി? 4 ഓർഡേർഡ് പെയർസ് കിട്ടി, അല്ലേ? അതുതന്നെയാണ് അതിൻ്റെ ഉത്തരം. 4 ഓർഡേർഡ് പെയർസ് ഉണ്ടായിരിക്കണം. ബാക്കി 16 ഓർഡേർഡ് പെയർസിൽ 4 ഓർഡേർഡ് പെയർസ് ഉണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന എല്ലാം എഴുതാൻ പറഞ്ഞിട്ടില്ല, മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ്. അപ്പോൾ മിനിമം എത്രയാണ്? ദെർ ആർ 4 നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് 1 2 3. ഇവിടെ സെറ്റ് തന്നിരിക്കുന്നത് എന്താണ്? ഒരു സെറ്റ് തന്നിരിക്കുന്നത് 1 2 3 ആണ്. റിലേഷൻ തന്നിട്ടുണ്ട് 1 1 1 3 3 3, അല്ലേ? ഇവിടെ റിലേഷൻ എന്താണ്? 1 1 തന്നിട്ടുണ്ട്, 1 3 തന്നിട്ടുണ്ട്, 3 3 തന്നിട്ടുണ്ട്. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് ഓർഡേർഡ് പെയർ മസ്റ്റ് ബി ആഡഡ് ടു ദിസ് റിലേഷൻ ടു മേക്ക് ഇറ്റ് എ റിഫ്ലെക്സീവ് റിലേഷൻ? അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഓർഡേർഡ് പെയർ മാത്രം എഴുതിയാൽ മതി. ഇതിൽ ഏത് ഓർഡേർഡ് പെയർ നമ്മൾ ഇതിൽ കൂട്ടിക്കഴിഞ്ഞാലാണ്, മീൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതൊരു റിഫ്ലെക്സീവ് ഇമേജ് ആവുക, അല്ല റിഫ്ലെക്സീവ് റിലേഷൻ ആവുക. അപ്പോൾ 1ൻ്റെ ഇമേജ് 1 1 1 അവിടെ ഉണ്ട്, 2ൻ്റെ ഇമേജ് 2 അത് അവിടെ ഇല്ല, 3ൻ്റെ ഇമേജ് 3 3 3 ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത്? 2 2 ഓർഡേർഡ് പെയർ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ റിലേഷൻ എന്തായി? റിഫ്ലെക്സീവ് റിലേഷൻ ആയി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം,
check whether the relation R defined in the set A is equal to 1, 2, 3, 4 up to 14 given by R is equal to ordered pair xy 3x minus y equal to 0 condition ഉണ്ട് അവിടെ. ഓക്കെ, ഈസ് റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ റിലേഷൻ, തന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ? റിഫ്ലെക്സീവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. ട്രാൻസിറ്റീവ്, ഇപ്പോൾ എ ബി എന്ന് ഒരു ഓർഡേർഡ് പെയർ ഒരു റിലേഷനിൽ ഉണ്ടെങ്കിൽ അതിന് തിരിച്ച് ബി എ എന്നുള്ള ഒരു ഓർഡേർഡ് പെയറും ആ റിലേഷനിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റിലേഷനെ നമുക്ക് എന്ത് പറയാം? സിമെട്രിക് റിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ട്രാൻസിറ്റീവ്, എ ബി എന്നുള്ള ഓർഡേർഡ് പെയർ എന്തിലുണ്ട്? ആ ഒരു റിലേഷനിലുണ്ട്. അതേപോലെ തന്നെ ബി സി എന്ന് വേറൊരു ഓർഡേർഡ് പെയർ ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ എ സി, ബി ബി പോയി എ സി എന്തുണ്ടായിരിക്കണം? ആ ഒരു റിലേഷനിൽ പ്രസന്റ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു റിലേഷനെ നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാം. ഇനി ചിലപ്പോൾ ചോദ്യം വരാം, ഇതിപ്പോൾ നമ്മൾ ചോദ്യം ചെക്ക് ചെയ്യാനുള്ളതാണ് 3 റിലേഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ 3 റിലേഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് ഈ ഒരു റിലേഷൻ എന്താവുക? ഈക്വലൻസ് റിലേഷൻ ആവുക. അങ്ങനത്തെ ചോദ്യം എക്സാമിന് വരാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് തന്ന റിലേഷൻ സെറ്റ് എന്താണ്? 1 മുതൽ 14 വരെ. ഓക്കെ, അത് നമുക്കിവിടെ ചോദ്യത്തിൽ എന്താണ്? 1 to 14 നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെറ്റ്. ഇതിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? നമ്പേഴ്സ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി റിലേഷൻ ഉണ്ടാക്കണം. റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എക്സിന് ഞാൻ ഓരോന്നായിട്ട് എടുത്തു നോക്കാം. ഇപ്പൊ നമുക്ക് 1 മുതൽ 14 വരെ ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം 1 എടുത്തു. അപ്പൊ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ 3 into 1 3 ആണ്. 3യിൽ നിന്ന് 3 കുറച്ചാലല്ലേ 0 കിട്ടുക അല്ലേ? അപ്പൊ ഏത് ഓർഡേർഡ് പേരാ അപ്പൊ നമ്മൾ എടുത്തത്? എക്സ് 1 എടുത്തു, വൈ എന്തെടുത്തു? 3 എടുത്തു. ഇനി നെക്സ്റ്റ് ഞാൻ ഇവിടെ 2 എടുത്താലോ? 3 into 2 6. 6 നിന്ന് 6 പോയാൽ 0. അടുത്തത് എന്തായിരിക്കും ഓർഡേർഡ് പെയർ? 2 6 ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് എടുക്കുക, 3 എടുക്കുക. 3 ആണെങ്കിൽ 3 into 3 9. 9 മൈനസ് 9 0. സാറ്റിസ്ഫൈഡ് ആണ്. 3 9 എടുക്കാം. നെക്സ്റ്റ് 4 എടുത്താലോ? 4 എടുത്താൽ 12, സോ 0. അപ്പൊ അടുത്ത ഓർഡേർഡ് പെയർ നമുക്ക് എന്ത് കിട്ടി? 4 12 കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് 5 എടുത്താലോ? അപ്പൊ അവിടെ 15. ഇത് പോസിബിൾ അല്ല. വൈ ദിസ് ഇസ് നോട്ട് പോസിബിൾ? 5 ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അവിടെ 15 ഇല്ലല്ലോ. അപ്പോൾ 15 അവിടെ ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് ഇവിടെ എലമെന്റ് എടുക്കാൻ പറ്റില്ല. സോ ദിസ് ഇസ് നോട്ട് പോസിബിൾ. ഇത്രേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? റിലേഷൻസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എത്ര ഓർഡേർഡ് പെയർ കിട്ടി? നമുക്ക് 4 ഓർഡേർഡ് പെയർ കിട്ടി. ഈ 4 ഓർഡേർഡ് പെയറിലും നമുക്ക് ഇനി ചെക്ക് ചെയ്യണം ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു റിഫ്ലെക്സീവ് ആണെങ്കിൽ സെയിം ഇമേജ് കിട്ടണം എന്ന്. അപ്പൊ ഇവിടെ 1 3 ഉണ്ടെങ്കിൽ അപ്പൊ 1 3 ആണുള്ളത്, 1 1 ഉണ്ടാവണം അല്ലേ? പക്ഷെ ഇവിടെ 1 1 കൊടുത്താൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. ബിക്കോസ് 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. ഇവിടെ 1 1 എന്ന് കൊടുത്തു നോക്കൂ, എന്താ കിട്ടുക? 3 1 പോയ 2, 0 അല്ല. സോ അത് പോസിബിൾ അല്ല. ദെയർഫോർ നോട്ട് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് അല്ല എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് സിമെട്രി. സിമെട്രി നമ്മൾ എന്താ പറഞ്ഞത്? 1 3 ഉണ്ടെങ്കിൽ 1 3 ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ 3 1 ഉണ്ടായിരിക്കണം. 1 3 ഇവിടെ ഉണ്ട്. ഇനി 3 1 നമുക്ക് എക്സ് 3യും വൈ 1ഉം കൊടുത്തു നോക്കാം. അപ്പൊ 9 മൈനസ് 1 8. 8 എന്തല്ല? 0 പോസിബിൾ അല്ല. അപ്പൊ 1 3 ഉണ്ട്, പക്ഷെ 3 1 ഇല്ല. സോ നോട്ട് സിമെട്രിക്. അവിടെ എന്താവില്ല? അതൊരു സിമെട്രിക് റിലേഷൻ ആവില്ല. ഇനി നെക്സ്റ്റ് 1 3 3 9. ഇത് നമുക്ക് ഈ ജോഡി എടുക്കാം. 1 3 എ ബി ബി സി അല്ലേ? അപ്പൊ ഈ ഒരു ജോഡി എടുത്താൽ 1 9ഉം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. 1 3 റിലേഷനിലുണ്ട്, 3 9 ഉണ്ട്. അപ്പൊ 3 3 പോയി 1 9ഉം കൂടി ഉണ്ടാവണം എന്നാണല്ലോ നമ്മുടെ ഡെഫിനേഷൻ പറയുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിലാണ് അത് ട്രാൻസിറ്റീവ് ആവുക. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ 1 9 സാറ്റിസ്ഫൈഡ് ആണോ നോക്കിയാൽ മതി. 1 9 3 മൈനസ് 9 എന്ന് പറഞ്ഞാൽ -6, നോട്ട് ഈക്വൽ ടു 0. Therefore the given relation is not transitive. അപ്പോൾ 3ഉമല്ല. നമ്മളോട് ചെക്ക് ചെയ്യാനാ പറയുന്നത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന്. അപ്പോൾ 3ഉം സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഈക്വലൻസ് റിലേഷൻ ആണ്. പക്ഷെ ഇവിടെ എന്തല്ല? 3ഉം സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്.
ഫ്രം ദ ഓപ്ഷൻസ് ബിലോ വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഫ്രം n to n. ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. പക്ഷേ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മുടെ 1 എന്താ, ഓൺ ടു എന്താ നമ്മൾ പഠിക്കണം അല്ലേ. എന്തായിരുന്നു 1 എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി, എ ഈക്വൽ ടു ബി, ഡിസ്റ്റിങ് ഇൻപുട്സ് ഡിസ്റ്റിങ് ഔട്ട്പുട്ട്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാ എലമെൻസിനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബി സി 3 എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ 1 2 3. ഇപ്പോൾ ഇവിടെ 3 എലമെൻറ്റ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യൂണിക് ഇമേജ് എവിടെ ഉണ്ടായിരിക്കണം, ആ കോഡൊമൈനിൽ ഉണ്ടായിരിക്കണം. ഡൊമൈനിലെ എല്ലാ എലമെൻറ്റ്സിനും ഒരു എലമെന്റ് പോലും വിടാൻ പാടില്ല. എല്ലാ എലമെൻറ്റ്സിനും ഒരു ഡിസ്റ്റിങ് യൂണിക് ഇമേജ് കോഡൊമൈനിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് 1 ഫംഗ്ഷൻ. ഇനി നേരെ തിരിച്ച് ഓൺ ടു ഫംഗ്ഷൻ. 1 ഫംഗ്ഷനിൽ നമ്മൾ ഡൊമൈനാണ് നമ്മൾ ആദ്യം നോക്കുക. പക്ഷെ ഓൺ ടു ഫംഗ്ഷനിൽ നമ്മൾ കോഡൊമൈൻ നോക്കിയാൽ മതി. ഈ കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റ്സിനും പ്രീ ഇമേജ് എവിടെ ഉണ്ടായിരിക്കണം, ഡൊമൈനിൽ ഉണ്ടായിരിക്കും. തിരിച്ച് പ്രീ ഇമേജ് എവിടെ ഉണ്ടായിരിക്കണം, ഡൊമൈനിൽ. ഇവിടെ ആരും വെറുതെ ഇരിക്കാൻ പാടില്ല, എല്ലാവർക്കും ഇമേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ഒരു ഫംഗ്ഷന് നമുക്ക് എന്ത് പറയാം, ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ 2 ഫംഗ്ഷൻ തന്നിരിക്കുന്നത് നാച്ചുറൽ നമ്പറാണ്. ക്വസ്റ്റ്യനിലുണ്ട്, നോക്കി നോക്കൂ. n to n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. സോ ഇവിടെ നാച്ചുറൽ നമ്പർ ആണ്, ഈ സെറ്റും എന്താണ്, നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തു നോക്കാം. നാച്ചുറൽ നമ്പർ 1 2 3 4 ഇങ്ങനെ പോടും. നമുക്ക് എക്സാമ്പിൾ എല്ലാം ചെറുതായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പർ 1 2 3 4. ഓക്കെ, ഇനി നമ്മുടെ കണ്ടീഷൻ എന്താ, എഫ് ഓഫ് എക്സ് 2x എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ 1ൻ്റെ എന്തായിരിക്കും ഇമേജ്, 2 × 1 2 അല്ലേ. 1ൻ്റെ ഇമേജ് എന്താ കിട്ടിയത്, 2 കിട്ടി. ഇനി അവിടെ 2 കൊടുക്കുകയാണെങ്കിൽ 2 × 2 4. 2ൻ്റെ ഇമേജ് എന്ത് കിട്ടി, 4 കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ 3 കൊടുക്കുകയാണെങ്കിൽ 2 × 3 6 കിട്ടും. അപ്പോൾ 3ൻ്റെ നമുക്ക് ഇവിടെ 5 6 ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ 3ൻ്റെ 6 ആവും. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, എല്ലാ എലമെന്റ് 4 ആണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും, 8 കിട്ടും. അപ്പോൾ ഡൊമൈനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ എലമെന്റ്സിനും ഒരു ഇമേജ് അവിടെ ഉണ്ട് ഇല്ലേ. ഇവിടെ എല്ലാ ഡൊമൈനിലത്തെ എലമെന്റ്സിനും ഒരു ഇമേജ് ഇവിടെ 100% ഉണ്ടായി. ഇവിടെ 100 എടുത്താലോ, 100ന്റെ ഇമേജ് എന്തായി കിട്ടുക, 200 കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇമേജിന് ആരും വെറുതെ ഇരിക്കുന്നൊന്നുമില്ല. ഓക്കെ, സോ ഗീവൺ ഫംഗ്ഷൻ ഈസ് 1 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഓൺ ടു ചെക്ക് ചെയ്യണം. ഓൺ ടു നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാതെ ഓൺ ടു അല്ലാന്ന്. ബിക്കോസ് ആരൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുന്നുണ്ട് നോക്കി നോക്കൂ. ഇവിടെ 1ന് ഇമേജ് ഇല്ല, 3ക്ക് ഇമേജ് ഇല്ല അല്ലെ. 1ന് ഇമേജ് ഇല്ല, 3ക്ക് ഇമേജ് ഇല്ല, 5ക്ക് ഇമേജ് ഇല്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു 7 ഉണ്ടാവും, 7ന് ഇമേജ് ഇല്ല. അവർക്കൊന്നും എന്തില്ല, പ്രീ ഇമേജ് അല്ല, പ്രീ ഇമേജ് ഇല്ല. അപ്പൊ അവരൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. സോ ഗീവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. അപ്പൊ നമ്മുടെ 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിൽ നമുക്ക് എന്താണ് കിട്ടിയത്, അപ്പോൾ ഏത് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് വരിക, 1 ആണ്. പക്ഷെ എന്തല്ല, ഓൺ ടു അല്ല. ഓക്കെ, ഇനി രണ്ടും കൂടി ആണെങ്കിൽ അതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് പറയുക. 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ എന്ത് പറയും, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x³ ആൻഡ് g of x ഈക്വൽ ടു x raised to, ഇത് x raised to ആണ്, x raised to 1/3. Compute f of g of x step by step and state its simplified form. Also find g of f of x. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്? ഇപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ഡെയിലി യൂസിൻ്റെ പറയുകയാണെങ്കിൽ ഒരു ജ്യൂസ് ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ജ്യൂസ് ഫാക്ടറിയിൽ 2 മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക, എയും ബിയും. 2 ഫംഗ്ഷൻ, 2 വേറെ വേറെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഒരു മാംഗോ നമ്മൾ ഈ ഒരു മെഷീനിലിട്ടു പീൽ ചെയ്യാൻ, തൊലി കളയാൻ. അപ്പോൾ തൊലി കളയണ വർക്കാണ് ഈ മെഷീൻ ചെയ്യണത്. തൊലി കളഞ്ഞ് നമുക്ക് ആ മാംഗോ തിരിച്ച് കിട്ടണം. തിരിച്ച് കിട്ടിയിട്ട് നമ്മൾ ആ മാംഗോ ഈ മെഷീനിൽ ഇൻപുട്ട് ചെയ്യണം. ഈ ഇൻപുട്ട് ചെയ്താൽ ഇതെന്താണ് വർക്ക്, ഇതെന്ത് വർക്ക് ചെയ്യുന്ന മെഷീനിൽ നിന്ന് നമ്മൾ എന്ത് വർക്കാണ് ഈ മെഷീൻ ചെയ്യണത്, നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് പുറത്ത് തരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് നമുക്കൊരു ജ്യൂസ് കിട്ടുന്നത്. കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്, രണ്ടും ജോയിൻ ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ, ഇത് വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടാണ് ഈ ഫംഗ്ഷൻ്റെ ഇൻപുട്ട്.
അല്ലെ? ഇവിടുന്ന് തൊലി കളഞ്ഞ് കിട്ടണ മാങ്ങയാണ് നമ്മൾ ഏതിൽ ഇൻപുട്ട് ചെയ്യുന്നത്? അടുത്ത മെഷീനിൽ ഇൻപുട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ജി, ഇതിനെ പറയുക നമ്മൾ എങ്ങനെയാണ്? എഫ് ഓഫ് ജി, ജി ഓഫ് എഫ്. അപ്പോൾ ഇവിടെ രണ്ടും എന്താണ്? വിത്ത് റെസ്പെക്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 8x³ ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് തന്നിരിക്കുന്നത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് x⁻⁴ ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ല. എഫ് ഓഫ് ജിയും ജി ഓഫ് എഫും ഒരിക്കലും എന്തല്ല, ദേ ആർ നോട്ട് ഈക്വൽ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 8x³ ആണ്. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഇവിടെ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇത് ഫൈൻഡ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇനി ഇവിടെ ഈ എഫ് ഓഫ് ജി ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, എന്തെഴുതാം? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? x⁻⁴. അപ്പോൾ ഇവിടെ എഴുതി x⁻⁴ ഈക്വൽ ടു, ഇനി എഫ് ഓഫ് എക്സ് ഇപ്പൊ എന്തായി മാറി നോക്കൂ? എഫ് ഓഫ് എക്സ് അല്ലെ? എക്സിന്റെ സ്ഥാനത്ത് എന്തായി? x⁻⁴. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? എക്സിന്റെ സ്ഥാനത്ത് x⁻⁴ കൊടുത്താൽ മതി. ⁻³ അവിടെ ഓൾറെഡി ഉണ്ടല്ലോ, x³ ആണല്ലോ. അപ്പൊ ഈക്വൽ ടു 8 x⁻⁴, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? പവർ ആൻഡ് എക്സ്പോണൻസ്. അപ്പൊ പവർ ഓഫ് എ പവർ ഈക്വൽ ടു എന്ത് കിട്ടി? 8x എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇവിടെ ജി ഓഫ് എഫ് ഓഫ് എക്സ്, ഇതിനെ നമുക്ക് എങ്ങനെയും കൂടി എഴുതാം, ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പൊ ജി ഓഫ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 8x⁻⁵. ഓക്കെ, ഇനി ജിന്റെ എക്സ് എന്ന് പറയുന്നതാണ് 8x³. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ജി എക്സ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 8x³ അല്ലേ? 8x³ ഹോൾ റേസ് ടു എന്താണ്? 1/3. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 8x³ കൊടുത്തു, പിന്നെ ഹോൾ റേസ് ടു 1/3. അപ്പോൾ 8ന് ഇപ്പോൾ 3 ആയതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 2³ x³ ഹോൾ റേസ് ടു 1/3. അപ്പോൾ പവർ ഓഫ് എ പവർ വരുമ്പോൾ എന്താവും? 2x എന്ന് വരും. 3 ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായി? 2x എന്നായി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതിലെ ചോദ്യം തന്നെയാണ്, ഫംഗ്ഷൻ്റെ ചോദ്യം തന്നെയാണ്. ഇൻവേഴ്സ് അല്ല, ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 1 1ഉം on 2ഉം കൂടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ലെറ്റ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x+2 ഷോ ദാറ്റ് എഫ് ഈസ് ബൈജക്റ്റീവ്. അപ്പോൾ ഇത് രണ്ടും 1 1 ആണ്, on 2 ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ബൈജക്റ്റീവ് പ്രൂവ് ചെയ്യാനാണല്ലോ പറയുന്നത്, എന്ന് വെച്ചാൽ രണ്ടും സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഡെഫിനേഷൻ നമ്മൾ പറയുന്നത് എന്താ? x1 x2 ഒരു ജസ്റ്റ് നമ്മൾ എടുക്കുകയാണ്, ഡൊമെയിനിൽ എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഇവിടെ എഫ് ഓഫ് x1 ആയിരിക്കും, ഇതിൻ്റെ ഇമേജ് എഫ് ഓഫ് x2 ആയിരിക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു ഡെഫിനേഷൻ നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി? അതൊരു 1 1 ആയി, ഫംഗ്ഷനായി. ക്ലിയർ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x+2 ആണ്. ഇനി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ലെറ്റ് x1 x2 ബിലോങ്സ് ടു ആർ. ഓക്കെ, ഇവിടെ R to R പറഞ്ഞിട്ടുണ്ട്, ഡൊമെയിനും R ആണ്, കോ ഡൊമെയിനും R ആണ്. അപ്പോൾ ഈ x1 x2 ഈ ആറിലുണ്ട് എന്ന് നമ്മൾ സപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2. ഓക്കെ, അപ്പോൾ എക്സ് ഇതാണെങ്കിൽ x1 എന്തായിരിക്കും? 5x1+2 ഈക്വൽ ടു 5x2+2. ക്ലിയർ? അപ്പോൾ രണ്ട് സൈഡിലും സെയിം ആവുമ്പോൾ എന്തുണ്ടാവും? ക്യാൻസൽ ആയി പോവും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5x1 ഈസ് ഈക്വൽ ടു 5x2 എന്ന് കിട്ടുമല്ലോ. അഗെയിൻ കോമൺ ടേംസ് ക്യാൻസലായി, x1 ഈസ് ഈക്വൽ ടു x2. ദെയർഫോർ ഫംഗ്ഷൻ ഈസ് 1 1. ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് on 2. on 2ൽ നമ്മൾ എന്താ ശ്രദ്ധിക്കാൻ പറയുന്നത്? കോഡൊമെയിൻ. കോഡൊമെയിനിൽ ഇതും എന്താണ്? റിയൽ നമ്പർ ആണ്. അപ്പോൾ ഇവിടെ
എല്ലാ എലമെൻസിനും എന്തുണ്ടായിരിക്കണം, ഒരു പ്രീ ഇമേജ് എവിടെ ഉണ്ടായിരിക്കണം, ഡൊമെയിനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. വൈ ആണ്, വൈ എല്ലാ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി, അത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി തന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ എന്താണ്, 5x+2 ആണ് ഈക്വൽ ടു വൈ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് കണ്ടുപിടിക്കണം അല്ലേ, നമുക്ക് ഈ പ്രീ ഇമേജ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ 5x മൈനസ് വൈ ഈസ് ഈക്വൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ് മാത്രം അവിടെ വെക്കാം, 5x ഈക്വൽ ടു വൈ മൈനസ് 2, എക്സ് ഈക്വൽ ടു വൈ മൈനസ് 2/5 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ വൈ എന്നുള്ളത് മുഴുവൻ നമ്മുടെ റിയൽ നമ്പേഴ്സ് ആണ്, എക്സ് എന്നുള്ളതും എന്താണ്, റിയൽ നമ്പർ ആണ്. ഓക്കെ, കാരണം ഡൊമെയിനും കോഡൊമെയിനും രണ്ടും എന്താണ്, റിയൽ നമ്പർ ആണ്. നമുക്ക് റിയൽ നമ്പർ എടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, റിയൽ നമ്പർ ആണ്. അപ്പോൾ ഈ കിട്ടിയതും എന്താണ്, ദിസ് ഓൾസോ റിയൽ നമ്പർ, ബിലോങ്സ് ടു ആർ. ക്ലിയർ. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ പ്രൂവ് ചെയ്യാനുള്ളത്, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കി നോക്കൂ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ 5x+2 ആണ്. ഇനി 5x നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്, y -2 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 2. 5 ക്യാൻസൽ ആയോ, എന്ത് ബാക്കി ഉണ്ടാവും, y -2 പ്ലസ് 2 പ്ലസ് 2 -2 ക്യാൻസൽ y. എഫ് ഓഫ് എക്സ് എന്ത് കിട്ടി, y എന്ന് കിട്ടി. ഹെൻസ് ഫംഗ്ഷൻ ഈസ് ഓൺ ടു. ഓക്കെ, അപ്പോൾ ഓൺ ടു. ദെർഫോർ സിൻസ് ദ ഫംഗ്ഷൻ ഈസ് function is 1 1 and onto, given function is bijective. എന്താണ് ബൈജക്റ്റീവ്, രണ്ടും കൂടി ആണെങ്കിലാണ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആണെങ്കിൽ അത് ഇൻവേഴ്സും കൂടി ആവും. ഇനിയിപ്പോൾ ഇൻവേഴ്സ് ഇവിടെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ എക്സ് എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എഫ് ഇൻവേഴ്സ് വൈ ആണ്. ആ എക്സ് ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്, ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ എന്നൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് എഴുതിയാൽ മതി. ഇൻവെർട്ടിബിൾ ഫംഗ്ഷനാണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും, ഇൻവെർട്ടിബിൾ ഫംഗ്ഷനും കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക. ഈ ടൈപ്പൊക്കെ ഇക്വലൻസ് റിലേഷൻ കാണാൻ എന്തായാലും ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു എല്ലാ കോൺസെപ്റ്റ്സും പഠിച്ച് ഈ 3 കോൺസെപ്റ്റ്സ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. താങ്ക് യു.